നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് PSC ഇൻഫ്ലുവൻസർ കൂട്ടായ്മ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ പറയുന്ന PSC ഇൻഫ്ലുവൻസർ കൂട്ടായ്മ വളരെ ആക്റ്റീവായി തുടങ്ങിയിട്ട് 3 ആഴ്ച, അതായത് 21 ദിവസമാകുവാണ്. ഈ 21 ദിവസത്തിനുള്ളിൽ ടെലഗ്രാമിൽ ഏകദേശം 13,000-ലധികം ഉദ്യോഗാർത്ഥികൾ ടെലഗ്രാം കൂട്ടായ്മയിൽ ജോയിൻ ചെയ്തു. യൂട്യൂബിൽ ഏകദേശം 12,500-ലധികം ഉദ്യോഗാർത്ഥികൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ധാരാളം പേര് ഈ വീഡിയോ ക്ലാസ് കാണുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ളൊരു സന്തോഷ വർത്തമാനം പറയുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. PSC ഇൻഫ്ലുവൻസർ കൂട്ടായ്മ 10,000+ എന്ന് പറയുന്ന ഒരു അക്കത്തിലേക്ക് അതായിട്ട് ഒരു 2-3 ദിവസമായി. അന്നൊന്നും ഇത് ഷെയർ ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യമായിരുന്നില്ല. അതിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ മനസ്സിലാക്കിയത്, ഈ കൂട്ടായ്മ മനസ്സിലാക്കിയത്, എന്തുകൊണ്ട് ഈ 21 ദിവസം കൊണ്ട് 10,000-ലധികം സബ്സ്ക്രൈബേഴ്സ്, 36,000 അല്ലെങ്കിൽ 35,000-ലധികം വ്യൂവേഴ്സ്, ഒരു വീഡിയോ ഒക്കെ 35,000 ആളുകളാണ് കാണുന്നത്. അപ്പോൾ അത് കറണ്ട് അഫയേഴ്സ് വീഡിയോ ആയിക്കോട്ടെ, സ്കൂൾ ടെക്സ്റ്റ് ആയിക്കോട്ടെ, ആനുപാതികമായിട്ടുള്ള കാഴ്ചക്കാരുണ്ട്. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. അതിലെല്ലാം ഈ പറയുന്ന കാഴ്ചക്കാർ വരുന്നു, അവർ നെഗറ്റീവ് കമൻ്റ് ഇടുന്നു, പോസിറ്റീവ് കമൻ്റ് ഇടുന്നു, സപ്പോർട്ട് ചെയ്യുന്നു, അതിലെല്ലാം സന്തോഷം. അപ്പോൾ എന്തുകൊണ്ട് ഈ 21 ദിവസം കൊണ്ടൊന്ന് ആലോചിച്ച് നോക്കുക. വലിയ വലിയ പ്ലാറ്റ്ഫോമുകളൊന്നുമല്ല, ഒരു കൂട്ടായ്മയാണ്, ഒരു സൗഹൃദ കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മ 21 ദിവസം കൊണ്ട് ഇത്രയും ആളുകളിലേക്ക്, ഇത്രയും പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കളിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ്. ഒരു കൂട്ടായ്മയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പൊ ഞങ്ങൾ മനസ്സിലാക്കിയത്, ഈ പറയുന്ന കൂട്ടായ്മയിൽ വർക്ക് ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. അവരെല്ലാം മനസ്സിലാക്കിയത്, എന്തുകൊണ്ട് ഈ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ഈ കൂട്ടായ്മ ഏറ്റെടുത്തു എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. നിങ്ങൾ കമന്റ് ചെയ്യണം, എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ പറയുന്ന ചാനലിൽ ഇരുന്ന കണ്ടന്റുകൾ നിങ്ങൾ ധാരാളം ആളുകൾ കാണുന്നു എന്ന് നിങ്ങൾ സ്വയം തന്നെ ഒന്ന് കമന്റ് ചെയ്യുക. ഞങ്ങൾ മനസ്സിലാക്കിയത്, ഈ കൂട്ടായ്മ മനസ്സിലാക്കിയത്, ഒന്ന്, ഉദ്യോഗാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ളത് കൃത്യമായ ക്ലാസ്സുകളാണ്. കൃത്യമായ ക്ലാസ്സുകൾ കൃത്യമായ ഇടവേളകളിൽ, അതായത് കൃത്യമായ ഇടവേളകൾ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം തന്നെ ഉണ്ടെങ്കിൽ ഒരു 3-4 വീഡിയോ ക്ലാസ് കൃത്യമായി ഇടുക. അതിന്റെ PDF നോട്ട് ആ ടെലഗ്രാം കൂട്ടായ്മയിൽ തന്നെ പബ്ലിഷ് ചെയ്യും. ഇപ്പൊ മിക്ക വീഡിയോയും നമ്മൾ നോക്കുന്ന സമയത്ത് ക്ലാസ് കഴിഞ്ഞു, അപ്പം ധാരാളം കുട്ടികൾ താഴെ വന്ന് കമന്റ് ചെയ്യാറുണ്ട്, സാർ ഇതിന് നോട്ട്സ് കിട്ടിയില്ല, ഈ ക്ലാസ്സിന് നോട്ട്സ് കിട്ടിയില്ല, ഇതിന്റെ പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഈ പറയുന്ന കമന്റുകളെ എല്ലാം നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നു. ക്ലാസ്സിന് ആനുപാതികമായിട്ടുള്ള PDF നോട്ട് ക്ലാസ് ലിങ്കിന്റെ തൊട്ട് താഴെ തന്നെ പിൻ ചെയ്ത് വെക്കുന്നു. അതിന്റെ പരീക്ഷ, പോൾ എക്സാം എന്ന് പറഞ്ഞാൽ നമ്മളൊരു നോർമൽ ഒരു ലേണിംഗ് ആപ്പിന്റെ സഹായത്തോടു കൂടിയുള്ള പരീക്ഷയല്ല, ടെലഗ്രാം കൂട്ടായ്മയിൽ തന്നെയാണ് പരീക്ഷ കണ്ടക്ട് ചെയ്യുന്നത്. ഒരു ചോദ്യവും 4 ഓപ്ഷനും കാണും. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഒരു ഓർഡർ. ഒരു ദിവസം നമ്മുടെ 3-4 വീഡിയോ ചെയ്യുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ, 3 മണിക്കൂർ ഈ ഒരു വീഡിയോ സീരീസ് ചെയ്യുന്നതിന് വേണ്ടി എഫേർട്ട് ഉണ്ട്. ആ എഫേർട്ട് മൊത്തം ഇടുമ്പോൾ അതിനെ ആനുപാതികമായിട്ടുള്ള റിട്ടേൺ സപ്പോർട്ട് നിങ്ങൾ തരുന്നുണ്ട് എന്ന് കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നീട് മറ്റ് ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, കറണ്ട് അഫയേഴ്സ് പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കെല്ലാം വളരെ വലിയ അളവിൽ ഒരു കറണ്ട് അഫയേഴ്സ് എന്നറിയപ്പെടുന്ന മേഖല എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ ഏത് മേഖലയിൽ നിന്ന് ചോദ്യം വരും എന്ന ധാരണയില്ലായിരുന്നു. ധാരണ ഉണ്ടായിരിക്കാം. അപ്പൊ നമ്മൾ ചെയ്യുന്നത്, എല്ലാ ദിവസവും ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ പത്രവാർത്തകൾ എവിടുന്നെല്ലാം കിട്ടാമോ, പത്രവാർത്തകളിൽ അല്ലെങ്കിൽ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ അല്ലെങ്കിൽ മറ്റുള്ള സാധ്യതകളെല്ലാം ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും, കറണ്ട് അഫയേഴ്സ് ഡെയിലി പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ പോൾ എക്സാം കൂടി നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ന്യൂസ് റിപ്പോർട്ട്, മറ്റ് സംവിധാനങ്ങളെല്ലാം തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ആയിട്ട് പബ്ലിഷ് ചെയ്യുന്നു. പിന്നെ PSC ബുള്ളറ്റിൻ, ഒരു 80% നമ്മൾ PSC ബുള്ളറ്റിൻ കണ്ടന്റും നിങ്ങൾക്ക് തരുന്ന ഈ പറഞ്ഞ PYQ സീരീസിൽ, ഈ പറഞ്ഞ ഡെയിലി PDF-നകത്തെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇക്കഴിഞ്ഞ LGS പരീക്ഷയിലെ എല്ലാ ഘട്ടങ്ങളിലെയും കറണ്ട് അഫയേഴ്സിനകത്ത് മുഴുവൻ ചോദ്യങ്ങളും നമ്മുടെ PDF-ൽ നിന്നും, നമ്മുടെ വീഡിയോ ക്ലാസ്സിൽ നിന്നും ചോദിച്ചത്, അല്ലെങ്കിൽ ചോദിച്ചപ്പോൾ ഉദ്യോഗാർത്ഥികൾ തന്നെ അതിനെ റിപ്ലൈ ചെയ്തു, ഞങ്ങൾക്ക് സഹായകമായി, ഞങ്ങൾ മുഴുവൻ മാർക്കും സ്കോർ ചെയ്തു. ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. എനിക്ക് മാത്രമല്ല, ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും അതിയായ സന്തോഷമുണ്ട്. ആ സന്തോഷം നിങ്ങളിലേക്ക് പങ്കുവെക്കാൻ വേണ്ടിയാണല്ലോ നമ്മൾ ഈ വീഡിയോ ചെയ്തേക്കുന്നത്. അതിൽ SCRT, ഈ പറയുന്ന SCRT മേഖലയും സയൻസ് കണ്ടന്റുകളെല്ലാം എടുക്കുന്ന ഓരോ അധ്യാപകരെന്ന് പറഞ്ഞാൽ ടീച്ചർ സഹിതമുള്ള ആളുകൾക്കെല്ലാം വളരെ സന്തോഷമുണ്ട്. അപ്പൊ ഇതിന്റെ ഭാഗമായി നിന്നവരെ ഒന്ന് ഓർക്കുക, അല്ലെങ്കിൽ അവർക്കൊരു നന്ദി പറയുക എന്നുള്ളത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്ത മീര, ആര്യ, ഫഗത് ഉൾപ്പെടെ, ആൽവിൻ, അനു, രമ്യ, അഞ്ജു, അജിത്ത് ഉൾപ്പെടെ, അനിൽകുമാർ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും
അവരുടെ ഫാമിലി അല്ലെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത മുഴുവൻ ഉദ്യോഗാർത്ഥി കൂട്ടായ്മ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളുടെ മുഴുവൻ ഫാമിലി സഹിതം എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് ആദ്യമേ തന്നെ പറയുകയാണ്. പിന്നീട് ഏറ്റവും ഈ പറഞ്ഞ വാക്കുകളിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പേരുകളിൽ വിട്ടുപോയ ആളുകൾ കാണും. അപ്പൊ അത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അതിൽ ഉള്ളിന്റെ ഉള്ളിൽ എല്ലാവരുടെയും ബ്ലെസ്സിങ്ങും എല്ലാവരുടെയും വർക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇനി ഏറ്റവും പ്രാധാന്യത്തോടു കൂടി നമ്മൾ പറയുന്നത് ഈ കൂട്ടായ്മയെ ചേർത്ത് പിടിച്ച എല്ലാ ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും മനസ്സിൽ നിറയെ സ്നേഹത്തോടെ വിജയാശംസകൾ നേരുന്നു. നിങ്ങളുടെ ഒപ്പം ഉണ്ടാകും, എപ്പോഴും ഇപ്പോഴും എക്കാലം ഉണ്ടാകും എന്ന കൃത്യമായ വിശ്വാസത്തോടു കൂടി പറയുകയാണ്. പഠിക്കുക. ഒരു ദിവസം നിങ്ങൾ സർക്കാർ സർവീസിൽ കയറാനുള്ള ആ അഡ്വൈസ് ലെറ്റർ നിങ്ങളുടെ കൈകളിലേക്ക് എത്തുക തന്നെ ചെയ്യും. അതിനധികം നാളുകളില്ല. 2025 ആ വർഷം. അപ്പൊ എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും വിജയാശംസകൾ നേരുന്നു. കൂടെ നിൽക്കുന്ന, സപ്പോർട്ട് ചെയ്യുന്ന, നല്ല വർത്തമാനം പറയുന്നതും അല്ലെങ്കിൽ നെഗറ്റീവ് പറയുന്നതും ഡിസ്ലൈക്ക് ചെയ്യുന്നതും ലൈക്ക് ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.